ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. വയനാട് വാഗേരി സിസിയിൽ വീണ്ടും കടുവയിറങ്ങി. വർഗീസ് എന്ന കർഷകന്റെ ആടിനെ കൊന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ മറ്റൊരു കർഷകന്റെ പശുവിനെയും കടുവ കൊന്നു ഭക്ഷിച്ചിരുന്നു. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ ചേരുന്നുണ്ട് വാഗേരിയിൽ നിന്നും. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത്? ഉന്മേഷ 9:30 കൂടിയാണ് വാഗേരിയിൽ ക്ഷീരകർഷകനായിട്ടുള്ള വർഗീസ് എന്ന് പറയുന്ന ആളുടെ വീടിന് പിറകെ വശത്തെ തൊഴുത്തിലെത്തി ആടിനെ പിടികൂടിയത്. ഒരു കുട്ടിയാട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. ചില അസ്വാഭാവിക ശബ്ദങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ട് വീട്ടുകാർ. എന്തായാലും ഇതിനുശേഷം ചെന്ന് നോക്കുമ്പോൾ ഒരാടിനെ കൊന്ന നിലയിലാണ്, ഈ തൊഴുത്തിൽ കൊന്ന നിലയിലാണ് ആട്ടിൻകൂട്ടിൽ കാണപ്പെട്ടത്. ഇദ്ദേഹം ക്ഷീരകർഷകനാണ്. അദ്ദേഹത്തിന് 4 ആടുകളും ഒപ്പം തന്നെ ഒരു പശുവും ഒരു കാളയും ഉണ്ട് വീട്ടിൽ. ഇത് വളർത്തി ജീവിക്കുന്ന ഒരാളാണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു കടുവാ സാന്നിധ്യം വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാറക്കാട്ടിൽ സുരേന്ദ്രൻ എന്നു പേരുള്ള ക്ഷീരകർഷകൻ, അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിറകുവശത്ത്, അതായത് പനമരം ബീനാച്ചി റോഡിൽ ഒരു തോട്ടത്തോട് ചേർന്ന കാപ്പിത്തോട്ടത്തോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ വീടിൻ്റെ പിറകുവശത്തെത്തിയ കടുവ ഒരു പശുക്കുട്ടിയെ കൊന്നിരുന്നു. അതിനുശേഷം ഈ കടുവ തൊട്ടടുത്ത ദിവസം തന്നെ ഈ പ്രദേശത്തേക്ക് അതേ തൊഴുത്തിൽ എത്തുന്ന സ്ഥിതി ഉണ്ടായി. ഇതേ തുടർന്ന് വനംവകുപ്പ് ആ മേഖലയിൽ ആ വീടിൻ്റെ തൊട്ടു പിറകിലായി കൂട് സ്ഥാപിച്ച് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെയൊന്നും ഈ കടുവ കയറുന്ന ഒരു സാഹചര്യം ഇത്ര ദിവസമായിട്ടും സംഭവിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഈ വാഗേരി സിസി എന്ന് പറയുന്ന പ്രദേശത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ ഈ മേഖലയിലെല്ലാം തന്നെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊന്നിട്ട ആടിനെ വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇന്ന് തന്നെ വനംവകുപ്പ് കൂട് സ്ഥാപിക്കും എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൃത്യമായൊരു നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പ്രജീഷ് എന്നു പേരുള്ള ക്ഷീരകർഷകനെ ഈ കടുവ ആക്രമിച്ച് കൊന്ന ആ പ്രദേശം, മൂടക്കൊല്ലി കൂടലൂർ എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ ഏതാണ്ട് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഞാറ്റാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഇത് സമാനമായ രീതിയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക പ്രദേശവാസികൾക്കിടയിൽ ഉണ്ട്. ഉന്മേഷ്, ശരി. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വാഗേരി സിസിയിൽ വീണ്ടും കടുവാ ഭീതി എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാനമായ ഒരു വാർത്ത ഇപ്പോൾ കൂടരഞ്ഞിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ പൂവാറൻ തോടിൽ പുലി ഇറങ്ങി എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇന്ന് രാത്രി 8:45 ഒരു കാറിന്റെ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുന്നുവെന്നാണ് സമീർ സി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് നിന്ന്. നമ്മുടെ അടുത്ത വാർത്തയിലേക്ക് കിടക്കുന്നു. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി നൽകണമെന്ന് കേരള കോൺഗ്രസ് ബി. മുഖ്യമന്ത്രിയാണ് ആവശ്യം അറിയിച്ചത്. വെള്ളിയാഴ്ചയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. ആന്റണി രാജ് വഹിച്ചിരുന്ന ഗതാഗതം ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിലിന്റെ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും നൽകുമെന്നാണ് സൂചന. സത്യപ്രതിജ്ഞ അടുത്തതോടെയാണ് കേരള കോൺഗ്രസ് ബിയുടെ പുതിയ ആവശ്യം. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന വകുപ്പ് കൂടാതെ സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാറിന് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിലുള്ള മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം ആലോചനയിലില്ലെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. ഗണേഷ് കുമാറിന്റെ പുതിയ ആവശ്യത്തിൽ മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കുക. വകുപ്പ് മാറ്റം പുതിയ ആവശ്യങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും CPIM-നുണ്ട്. ഔദ്യോഗിക വസതി വേണ്ടെന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. 24 തിരുവനന്തപുരം. നവകേരള സദസ്സിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നോഡൽ ഓഫീസേഴ്സിനെ നിയമിക്കും. റവന്യൂ മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് സമഗ്ര രൂപരേഖ റവന്യൂ വകുപ്പ് തയ്യാറാക്കും. 1,15,000 അപേക്ഷകളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ കിട്ടിയത്. മുൻഗണനാടിസ്ഥാനത്തിൽ അപേക്ഷകൾ വേർതിരിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻ തോടിൽ പുലിയിറങ്ങിയതായി നാട്ടുകാർ. രാത്രി 8:45 ഒരു കാറിന്റെ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. പരിശോധനയ്ക്കായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. സമീർ സി മുഹമ്മദ്. സമീർ, വിവരങ്ങൾ. ഉന്മേഷ്, കോഴിക്കോടിന്റെ മലയോര മേഖല വീണ്ടും പുലിഭീതിയിലേക്ക് മാറുകയാണ്. കൂടരഞ്ഞിയിലാണ് ഇന്ന് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. പൂവാൻ തോടിൽ 8:45 കൂടിയാണ് സംഭവം. ഒരു കാറിന്റെ ക്യാമറയിലാണ് ഈ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. റോഡ് മുറിച്ചു കിടക്കുന്ന പുലിയുടെ ദൃശ്യമാണ് പതിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മലയോര മേഖലയിൽ വലിയൊരു ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വിലങ്ങാട് മേഖലയിൽ ഉൾപ്പെടെ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ആ മേഖലയിൽ വളർത്തുനായെ കടിച്ചു തിന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൃഷിയിടത്തിൽ കെട്ടിയിട്ട നായയുടെ മൃതദേഹമാണ് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ ഒരു ആശങ്ക. അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ കമായി മേഖലയിലും ടാപ്പിങ്ങിന് പോയ തൊഴിലാളികൾ പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു. അവിടെ കാൽപ്പാടുകൾ വനംവകുപ്പ്
വകുപ്പ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ കൂടരഞ്ഞി പൂവാൻ തോടിലും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ താമരശ്ശേരിയിൽ നിന്നുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം, വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്, പൂവാന്തോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഈ പ്രദേശത്തു നിന്നുള്ളതാണ് എന്നുള്ളതും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ പരാതി ഗൗരവമുള്ളതാണ് എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും പരിശോധന തുടരുകയാണ്. ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മറ്റു പേരുകൾ ഉയർന്നില്ല. നാളത്തെ സംസ്ഥാന കൗൺസിലാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് അന്തിമമായി അംഗീകരിക്കേണ്ടത്. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയനെതിരെ നടപടി ഉറപ്പാക്കാനും എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ നിയമിച്ചതിൽ KE ഇസ്മായിൽ ഉൾപ്പെടെയുള്ളവർ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മറ്റു പേരുകളൊന്നും നിർദ്ദേശിക്കപ്പെട്ടില്ല. നാളത്തെ സംസ്ഥാന കൗൺസിലിൽ പുതിയ സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുക്കും. CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി AP ജയനെതിരായ നടപടി നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിക്ക് പിന്നാലെ AP ജയനെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു. CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ചുമതലയിൽ നിന്ന് മുല്ലക്കര രത്നാകരനും ഒഴിഞ്ഞു. വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ ചുമതല ഏറ്റെടുക്കാൻ മുല്ലക്കര വിമുഖത പ്രകടിപ്പിക്കുകയായിരുന്നു. എക്സിക്യൂട്ടീവ് അംഗം CK ശശിധരന് പകരം ചുമതല നൽകി. 24 തിരുവനന്തപുരം. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പമ്പയാറ്റിലെ പാറക്കടവിൽ കുളിക്കാനിറങ്ങിയ 2 ശബരിമല തീർത്ഥാടകർ മുങ്ങിമരിച്ചു. തമിഴ്നാട് ചെന്നൈ ടി നഗർ സ്വദേശികളായ സന്തോഷ്, അവിനാശ് എന്നീ യുവാക്കളാണ് മരിച്ചത്. ശബരിമല ദർശനത്തിന് ശേഷം ചെങ്ങന്നൂരിലെത്തിയ സംഘം ഇന്ന് രാത്രി 7:30 ചെന്നൈ മേലിൽ നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടം. 5:30 കുളിക്കാനിറങ്ങിയ സംഘം ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ 7 മണിയോടെയാണ് മൃതദേഹം കിട്ടിയത്. പെരുമ്പാവൂർ കീഴിലത്ത് ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. കർണാടക സ്വദേശി ചന്ദ്രുവാണ് മരിച്ചത്. 3 പേരെ ഗുരുതര പരിക്കുകളോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തി ക്രിസ്മസ് പാപ്പമാരുടെ മഹാസംഗമം. തൃശൂർ പൗരാവലിയും അതിരൂപതയും ചേർന്ന് സംഘടിപ്പിച്ച 10ാമത് ബോൺ നതാലയിൽ അണിനിരുന്നത് 10,000-ലധികം പാപ്പമാരാണ്. ക്രിസ്തുമസ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷമാണെന്നതിന്റെ ദൃഷ്ടാന്തമായിരുന്നു ഇന്ന് തൃശൂർ നഗരത്തിൽ കണ്ട ചുവപ്പ് നിറം. ആടിയും പാടിയും നഗരത്തിലിറങ്ങിയ ആയിരക്കണക്കിന് പാപ്പാമാർ സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സാംസ്കാരിക തനിമയുടെ അടയാളമായി. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ ചേർത്ത് നിർത്തി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പതാക വീശി. റോളർ സ്കേറ്റിംഗ് പാപ്പമാർ, വീൽചെയർ പാപ്പമാർ, കുട്ടിപ്പാപ്പമാർ, ഒരു ചുവപ്പൻ തരംഗം തൃശൂരിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 10,000-ലധികം പാപ്പമാരാണ് ബോൺ നതാലയുടെ ഭാഗമായത്. ആട്ടവും പാട്ടുമായി ക്രിസ്മസ് ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. സ്വരാജ് റൗണ്ടിന് ഇരുവശവും ജനാരവം കയ്യടികളോടെ പാപ്പമാരെ വരവേറ്റു. 300 പേർ ചേർന്ന് വഹിച്ച പുൽക്കൂടായിരുന്നു ഇത്തവണത്തെ മുഖ്യ ആകർഷണം. 15 നിശ്ചല ദൃശ്യങ്ങളും വിസ്മയത്തിന് മാറ്റുകൂട്ടി. പൂരനഗരിയെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചാണ് പാപ്പാഞ്ഞിമാരുടെ ചെമ്പട തെക്കോട്ടിറങ്ങി ഉപചാരം ചൊല്ലി പിരിഞ്ഞത്. തൃശൂരിൽ നിന്നും അലോഷിക്കും ബാബുരാജിനും സൂരജ് സജിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. മണ്ഡലകാല പൂജകൾക്ക് ശേഷം ശബരിമല നട അടച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് നട തുറക്കും. ശബരിമലയിൽ മണ്ഡലകാല വരുമാനം ഇത്തവണ സർവകാല റെക്കോർഡിലെത്തി. വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 9:50 അയ്യപ്പന്റെ ഉറക്കുപാട്ട് സന്നിധാനത്ത് മുഴങ്ങി. ഭക്തർ തൊഴുകൈകളോടെ നോക്കി നിന്നു. ഹരിവരാസനം പാടി 10 മണിയോടെ നടയടച്ചു. തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ രാവിലെ 10:30-ക്കും 11:30-ക്കും ഇടയിലായിരുന്നു.
തന്ത്രി മഹേഷ് മോഹനരുടെയും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നടയടയ്ക്കുന്നതിനാൽ പ്രതീക്ഷിച്ച തിരക്ക് സന്നിധാനത്തുണ്ടായില്ല. പരിമിതികൾക്കിടയിലും മികച്ച രീതിയിൽ മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. മണ്ഡലകാല വരുമാനത്തിൽ സർവകാല റെക്കോർഡാണ് ഇത്തവണയുണ്ടായത്. നമ്മുടെ ഈ വർഷത്തെ വരുമാനവുമായി കൂട്ടിയെടുക്കുമ്പോൾ ഏതാണ്ട് 241,71,21,711 രൂപ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 18,72,51,461 രൂപ നമുക്ക് അധികമായി കിട്ടിയിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന പരാതി ആദ്യം കേട്ടെങ്കിലും അവസാന ദിവസങ്ങളിൽ അത് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും കഴിഞ്ഞു. സന്നിധാനത്തെ ഫ്ലൈ ഓവറും നടപ്പന്തലും ഒഴിഞ്ഞു. ഇനി മകരവിളക്ക് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. ജനുവരി 15-നാണ് ഇത്തവണത്തെ മകരവിളക്ക്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ സമസ്ത യുവജന വിഭാഗമായ SKSSF മിശ്ര വിഭാഗത്തിൽ മതത്തിന്റെ നിലപാട് പറഞ്ഞ പണ്ഡിതന്മാരെ വിമർശിക്കുന്നത് മന്ത്രിയുടെ അജ്ഞത കൊണ്ടാണ്. ന്യൂനപക്ഷ വകുപ്പിന്റെ അധികാരം ചൂണ്ടിക്കാട്ടി പണ്ഡിതന്മാരെ ജയിലിലടയ്ക്കാൻ തീട്ടൂരമിറക്കുന്ന മന്ത്രി സ്വയം കോടതി ചുമക്കുകയാണെന്നും SKSSF കുറ്റപ്പെടുത്തി. സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ വിമർശിച്ചതിനാണ് മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ SKSSF രംഗത്തെത്തിയത്. BJPയോട് അടുക്കുന്ന ദേശീയ നേതൃത്വവുമായി ബന്ധം വിച്ഛേദിച്ച് JDS കേരള ഘടകം. HD ദേവഗൌഡ ദേശീയ പ്രസിഡന്റായ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് JDS സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. CK നാടുവിന്റെ ബദൽ നീക്കങ്ങളോടും സഹകരിക്കില്ല. JDSനെ RJDയിലേക്ക് ക്ഷണിച്ച് MV ശ്രേയംസ്കുമാർ രംഗത്തെത്തി. JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് സുപ്രധാന തീരുമാനമെടുത്തത്. JDS കേരള ഘടകം സ്വന്തം അസ്തിത്വത്തിൽ പ്രവർത്തിക്കുമെന്നാണ് നിലപാട്. ദേശീയ നേതൃത്വം ഓരോ ദിവസവും BJPയോട് കൂടുതൽ അടുക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് HD ദേവഗൌഡയുടെ നേതൃത്വത്തിൽ നിന്ന് വഴിപിരിയുന്നതെന്ന് വിശദീകരണം. ഇനി മുതൽ JDS കേരള ഘടകം ദേവഗൌഡ ദേശീയ പ്രസിഡന്റായ പാർട്ടിയുടെ ഭാഗമല്ലെന്ന് മാത്യു ടി തോമസ്. ഓരോ ദിവസവും BJPയുമായി കൂടുതൽ അടുക്കുന്ന നടപടികളാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേശീയ നേതൃത്വവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുവാൻ സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. ജോസ് തെറ്റയിൽ JDS ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. വിമത നീക്കം നടത്തുന്ന CK നാണുവിന് നേരെ യോഗത്തിൽ വിമർശനമുണ്ടായി. കൂടിയാലോചന നടത്താതെ ഏകപക്ഷീയ തീരുമാനമെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. മറ്റു പാർട്ടികളുമായി ലയിക്കുന്ന കാര്യം നേതൃത്വം ആലോചിക്കുന്നുണ്ട്. JDSനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ്കുമാർ. അവരിപ്പം ഇടതുപക്ഷ മുന്നണിയിലെ മറ്റുള്ള കക്ഷികളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ വളരെ സ്വാഗതാർഹമാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോജിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ JDS ആയിട്ട് യോജിക്കാൻ സാധിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ സോഷ്യലിസ്റ്റ് ചേരികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരുമിക്കണമെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ദേശീയ നേതൃത്വവുമായി ബന്ധമുപേക്ഷിക്കുമെന്ന് പറയുന്ന കേരളത്തിലെ JDS നേതാക്കൾ ദേശീയ സമിതിയിലെ പദവികൾ രാജിവെച്ചിട്ടില്ലെന്ന വിമർശനവും MV ശ്രേയംസ്കുമാർ ഉന്നയിച്ചു. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. അയോധ്യ ക്ഷണത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണോ എന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെ മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. BJPയുടെ കെണിയിൽ കോൺഗ്രസ് വീഴരുത് എന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. കോൺഗ്രസിന് സമസ്ത മുഖപത്രം സുപ്രഭാതവും മുന്നറിയിപ്പ് നൽകി. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകുമോ എന്ന് ക്ഷണം ലഭിച്ചവർ തീരുമാനിക്കട്ടെയെന്ന് ഡോക്ടർ ശശി തരൂർ MP 24നോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഒഴിഞ്ഞുമാറുകയാണ്. അയോധ്യയിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന്റെ ക്ഷണക്കത്ത് കോൺഗ്രസിനെ വെട്ടിലാക്കി. ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ അകലുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വാദം. BJPയുടെ കരുത്തുകാട്ടാനുള്ള പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് മറുവിഭാഗവും പറയുന്നു. പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ നിന്ന്
ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞതല്ലോ ഉത്തരം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. വലിയ ഇതിപ്പോ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ഇതാണ് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. ഈ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം കണ്ടിട്ടുണ്ടായിരുന്നു വീടി. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് വ്യക്തമായ മറുപടി ഡോക്ടർ ശശി തരൂർ MP നൽകിയില്ല. ക്ഷണിച്ചവർക്കല്ലേ പോകാൻ സാധിക്കുള്ളത്. ബൈ ഇൻവിറ്റേഷൻ ഓൺലി ആയ ഒരു ചടങ്ങാണ്. ഞങ്ങളുടെ 3-4 നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂ. ഈ പാർട്ടി എടുത്ത തീരുമാനം ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്ന് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്ക്. അല്ല, അതേ സമയത്ത് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇതിന് ക്ഷണവുമില്ല, ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടവരുമല്ല. ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് നേരത്തെ മുതലുള്ളതാണ്. ആ നിലപാടിൽ ഞങ്ങൾ നിൽക്കുന്നു. അല്ല, കോൺഗ്രസുമായി നമ്മൾ സഹകരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനും പള്ളി നിർമ്മാണത്തിനും ഒന്നുമല്ലല്ലോ. കോൺഗ്രസിന്റെ കേരള നേതാക്കൾക്കും ഇതേ നിലപാടാണ്. അവർ ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലെഴുതിയ മുഖപ്രസംഗത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ്. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ ആർജവവും സ്ഥൈര്യവും സോണിയാഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖപ്രസംഗത്തിലുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പ് പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ജനുവരി 14 മണിപ്പൂരിൽ നിന്ന് ഭാരത് ന്യായ് യാത്ര തുടങ്ങും. 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ യാത്ര ബാധിക്കില്ലെന്ന് ACC നേതൃത്വം വ്യക്തമാക്കി. ഭാരത് ന്യായ് യാത്ര എന്നാണ് 2ാം പതിപ്പിന്റെ പേര്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യും. മണിപ്പൂർ, നാഗാലാൻഡ്, അസം, ബംഗാൾ, മധ്യപ്രദേശ്, UP, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങി 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകളിൽ സഞ്ചരിച്ച് മാർച്ച് 20 മുംബൈയിൽ സമാപിക്കും. All India Congress Committee has decided to hold a Bharat Nyaya Yatra from January 14 to March 20th from Manipur to Mumbai. This yatra will cover a distance of 6,200 kilometers. This yatra is covering 14 states and 85 districts. ഭാരത് ജോഡോ യാത്ര പൂർണ്ണമായും പദയാത്രയായിരുന്നെങ്കിൽ ഭാരത് ന്യായ് യാത്ര ബസ്സിലും സഞ്ചരിക്കും. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ യാത്രയിൽ പങ്കെടുപ്പിക്കാനും ആലോചനയുണ്ട്. മണിപ്പൂരിന്റെ മുറിവുകൾ ഇന്ത്യയിലെ ഓരോ പൗരനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റ മുറിവുകളല്ലേ. ജനങ്ങളിൽ സ്നേഹം വളർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പൊ മണിപ്പൂരിലെ യാത്രയില്ലാതെ നടത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? അപ്പൊ മണിപ്പൂരിൽ തന്നെ തുടങ്ങണമെന്നുള്ളത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. യാത്ര തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല എന്ന് നേതൃത്വം വ്യക്തമാക്കുമ്പോഴും മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കർണാടകയിലെ നേട്ടവും മറ്റ് സംസ്ഥാനങ്ങളിലെ തിരിച്ചടിയും കൂടി മുന്നിൽ കണ്ടാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ രാഹുൽ ഗാന്ധിയുടെ യാത്ര. 24 ഡൽഹി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വിമർശിച്ച് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആജ്ഞാശക്തിയുള്ള നേതാക്കളുടെ അഭാവം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മതേതര ശക്തികളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാൻ മികച്ച നേതൃനിര ആവശ്യമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇന്ന് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെയൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളെന്ന് തന്നെ പറയട്ടെ. അവരെല്ലാം തന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഫാദർ ഫിഗർ ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഫാദർ ഫിഗർ ഇല്ല എന്നതാണ് നമുക്ക് വല്ലാതെ ഈ നാട് അനുഭവിക്കുന്ന ദുരന്തമായിട്ട് ഞാൻ കാണുന്നത്. മതേതര ശക്തികളുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി മതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കമാൻഡിങ് പേഴ്സണാലിറ്റി വേണം. എല്ലാവരെയും കമാൻഡ് ചെയ്തുകൊണ്ട് എന്നാൽ സ്നേഹത്തോടുകൂടി തന്നെ എല്ലാവരെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെല്ലുവിളി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഫാസിസ്റ്റ് തുരത്തി ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ സാധിക്കുമെന്ന സത്യം നമ്മൾ ഉറക്കേണ്ടതായിരുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. നവകേരള യാത്രക്കിടയിലെ ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത VGക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. കേസിനെ ന്യായീകരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നിലപാടിനെതിരെയും വിമർശനം ഉയരുകയാണ്. CDR പുറത്തുവന്നതോടെ പോലീസും കുരുക്കിലായി. വിനീത VGക്കെതിരായ കേസിൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമാവുകയാണ്. കേസ് നീതിക്ക് നിരക്കാത്തതെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24നോട് പറഞ്ഞു.
CDR പുറത്തുവിട്ടത് ഗുരുതര കുറ്റകൃത്യമെന്നും നൂർബിന റഷീദ്. മുഖ്യമന്ത്രിയുടെ കൈകളിലുള്ള പാവകളായി മാറിക്കൊണ്ടിരിക്കുകയാണിത് പോലീസും പോലീസ് സംവിധാനങ്ങളും. അപ്പോൾ തീർത്തും അത്തരം കാര്യങ്ങളൊന്നും പോലീസൊന്നും ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളാണ്. അപ്പോൾ തീർത്തും തെറ്റായ നടപടികളാണ്. നിയമത്തിൻ്റെ മുന്നിൽ അതും കുറ്റകൃത്യമാണ്. പോലീസ് നടപടി ഫാസിസമെന്ന് സമസ്ത നേതാവ് അബ്ദു സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന ശൈലി അംഗീകരിക്കാൻ കഴിയില്ലെന്നും അബ്ദു സമദ് പൂക്കോട്ടൂർ. വിമർശനങ്ങൾ അവഗണിക്കുക അല്ലെങ്കിൽ വിമർശനങ്ങളെ തിരുത്തുക മുതലായ കാര്യങ്ങളല്ലാതെ അതിനെ പാടെ അവഗണിക്കുന്നതിന് പകരം അടിച്ചമർത്തുന്ന ഒരു ശൈലി സ്വീകരിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം CDR CPIM നേതാക്കൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതോടെ പോലീസും കുരുക്കിലായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ നടപടി തുടരുകയാണ്. DGPയുടെ ഔദ്യോഗിക വസതിയിൽ മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 3 മാധ്യമ പ്രവർത്തകർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. ജനം TV റിപ്പോർട്ടർ രശ്മി കാർത്തിക, ക്യാമറമാൻ നിതിൻ എബി, ജന്മഭൂമി ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി എന്നിവർക്കാണ് മ്യൂസിയം പോലീസ് നോട്ടീസ് നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. DGPയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ച് കയറി എന്നാണ് ഇവർക്കെതിരായ ആരോപണം. കൊലക്കേസിൽ പിതാവ് സനു മോഹന് ജീവപര്യന്തം തടവ് ശിക്ഷ. വിവിധ വകുപ്പുകളിലായി 28 വർഷം തടവും 1,70,000 രൂപ പിഴയും അടയ്ക്കണം. എറണാകുളം പ്രത്യേക കോടതിയാണ് വിധി പറഞ്ഞത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൊലക്കുറ്റത്തിന് ജീവപര്യന്തവും 1,00,000 രൂപ പിഴയുമാണ് ശിക്ഷ. IPC 328 പ്രകാരം 10 വർഷം തടവ്, 25,000 രൂപ പിഴ. IPC 201 പ്രകാരം 5 വർഷം കഠിന തടവ്, 10,000 രൂപ പിഴ. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 75 പ്രകാരം 10 വർഷം തടവ്, 25,000 രൂപ പിഴ. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 77 പ്രകാരം 3 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ആകെയുള്ള 28 വർഷം തടവ് ശിക്ഷയിൽ ഏറ്റവും കൂടിയ 10 വർഷം ആദ്യം അനുഭവിക്കണം. ഇതിന് ശേഷമാണ് ജീവപര്യന്തം ശിക്ഷ തുടങ്ങുക. വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. വിധിയിൽ സന്തോഷമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും അന്വേഷണ സംഘത്തലവനും പ്രതികരിച്ചു. പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. അന്വേഷണ സംഘം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്ര പ്രകാരമുള്ള എല്ലാ വകുപ്പുകളിലും ശിക്ഷ നൽകിയിട്ടുണ്ട് കോടതി. അത് സാഹചര്യ തെളിവുകളാണ്. ആ തെളിവുകൾ എല്ലാം തന്നെ പൂർണ്ണമായും കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട്. വിധിയിൽ സന്തോഷമുണ്ട്. ഐ വിറ്റ്നസ് ഒന്നും ഇല്ലാത്ത കേസായിരുന്നു. വളരെ ശാസ്ത്രീയമായ രീതിയിലും സാഹചര്യ തെളിവുകളും കൂടി ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പറഞ്ഞ മുഴുവൻ കുറ്റങ്ങളും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അത് നമ്മുടെ ചാർജിൻ്റെയും അതേപോലെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അത് വിജയിച്ചതിൽ സന്തോഷമുണ്ട്. അതേസമയം പ്രതിക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, ലഹരിക്കടിമയാക്കൽ, ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ തുടങ്ങിയവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. തിരുവനന്തപുരം പോത്തൻകോട് നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് മാതാവ് സുരിത. പോത്തൻകോട് പോലീസ് സുരിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് സുരിതയുടെ മൊഴി. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ മാതാവ് സുരിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് സുരിതയുടെ കുറ്റസമ്മതം. മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണമാണ് കൃത്യം ചെയ്തതെന്ന് സുരിത പോലീസിനോട് പറഞ്ഞു. ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ വെളുപ്പിന് 2 മണിയോടെയാണ് വീടിന് പിന്നിലെ കിണറ്റിലെറിഞ്ഞത്. സുരിത കടുത്ത വിഷാദത്തിലാണെന്ന് പോലീസ് വ്യക്തമാക്കി. കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ പോത്തൻകോട് പോലീസ് സുരിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 ഫയർഫോഴ്സ് സംഘം കുട്ടിയുടെ മൃതദേഹം വീടിന് പിന്നിലെ കിണറ്റിൽ കണ്ടെത്തിയത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം തിരുവല്ലത്ത് ഭർത്തൃമാതാവിന്റെ പീഡനത്തിൽ ആത്മഹത്യ ചെയ്ത ഷഹനയുടെ മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധം. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. സമഗ്ര അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം.
ഭർത്തൃവീട്ടിലെ പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ദുർബല വകുപ്പുകൾ ചുമത്തി തിരുവല്ലം പോലീസ് കേസെടുത്ത സാഹചര്യത്തിലാണ് ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തിയത്. ഷഹനയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് മാതാവ് ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ഷഹനയുടെ ഭർത്താവ് നൌഫലിനെയും മാതാവിനെയും കേസിൽ പ്രതി ചേർക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കും. ശരിയായ അന്വേഷണം നടത്താമെന്ന ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഉറപ്പിൽ ബന്ധുക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. കുഞ്ഞിനെ കൊണ്ടുപോയതിലെ വിഷമത്തിലാണ് ഷഹന ആത്മഹത്യ ചെയ്തതെന്നാണ് FIR. സംഭവത്തിൽ മാതാപിതാക്കളുടെ മൊഴി ഇതിനോടകം പോലീസ് രേഖപ്പെടുത്തി. നടന്നത് ദുഃഖകരമായ സംഭവമെന്ന് മന്ത്രി ശിവൻകുട്ടി. ഷഹനയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചതിനു ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിയമത്തിന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച നടപടി സ്വീകരിക്കാം. അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതീവ ഗൗരവം ഉള്ള കാര്യം തന്നെയാണ്, അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. RDOയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഗാർഹിക പീഡനമടക്കമുള്ള ആരോപണങ്ങൾ ബന്ധുക്കൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തിരുവല്ലം പോലീസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 77-കാരൻ പിടിയിൽ. നടുപ്പുണിയിൽ 3 വയസ്സുകാരിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത്. റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ 50 മീറ്ററോളം ദൂരേക്ക് കൊണ്ടുപോയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സാരമായി പരിക്കേറ്റ 3 വയസ്സുകാരി അപകടനില തരണം ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. നടുപ്പുണിയിലെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന്റെ പഴയ കെട്ടിടത്തിലാണ് നാടോടി കുടുംബം കഴിഞ്ഞിരുന്നത്. വൈകുന്നേരത്തോടുകൂടി വീട്ടിലെത്തി കുടുംബവുമായി അടുപ്പം സ്ഥാപിച്ച പ്രതി പുലർച്ചെയാണ് കുഞ്ഞിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത്. പുലർച്ചെ 5:30യോടെയാണ് കുഞ്ഞിനെ കാണാതായെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയുന്നത്. തിരച്ചിൽ നടത്തുന്നതിനിടെ വീടിന് പുറകിലെ കാടുപിടിച്ച പ്രദേശത്ത് നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഓടിയെത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നു. കരയാതിരിക്കാൻ കുഞ്ഞിന്റെ കഴുത്ത് അമർത്തിപ്പിടിച്ചിരുന്നെന്നും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ നൈറ്റ് നല്ല തൂക്കത്തിൽ അവൻ വന്നിട്ട് കുഴந்தை തൂക്കിക്കൊണ്ട് പോന എന്നെ ബ്ലഡ് പോട്ടിருக்க என்ன பிளட்டும் தெரியாத எல்லாம் களத்துக்குள்ள பிடிச்சிட்டு എല്ലാം നശിക്കി ആക്കിയിട്ടാണ് 3 ചട്ടി പോട്ടിട്ട് രക്തം പോയിട്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ബന്ധുക്കളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷമാണ് പ്രതി പുലർച്ചെ വീണ്ടും എത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും പ്രത്യേക സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ്. അപ്പോൾ നമുക്ക് മനസ്സിലായത്, ഈ ഇൻവെസ്റ്റിഗേഷനിൽ സോഫാർ മനസ്സിലായത്, ഈ പ്രതി 77 വയസ്സുള്ള ആളാണ്. ഇയാൾ കന്ദസ്വാമിയാണ് പേര്. അപ്പോൾ ഇയാൾ ഇവിടുത്തെ ഹോട്ടലിൽ, ഇവിടെയുള്ള ചെറിയ കടകളിൽ, അതെ മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി പൂർവിക വീട് ഇവിടെ കൊളിഞ്ചാമ്പാറയിലുണ്ട്. പക്ഷേ അയാൾ വീട്ടിൽ അവിടെ ആരും താമസിക്കുന്നില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മേഖലയിലെ സുരക്ഷാ വീഴ്ചയിൽ നാട്ടുകാർ ജില്ലാ പോലീസ് മേധാവിയെ പരാതി അറിയിച്ചു. 24 പാലക്കാട്. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായത് തീവ്രത കുറഞ്ഞ പൊട്ടിത്തെറിയെന്ന് ഡൽഹി പോലീസ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാക്കൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. എംബസിയിലെ പൊട്ടിത്തെറിയിൽ ഭീകരാക്രമണ സാധ്യത തള്ളുന്നില്ല ഇസ്രായേൽ. രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള തീവ്രത കുറഞ്ഞ പൊട്ടിത്തെറിയാണ് ഇന്നലെ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം ഉണ്ടായതെന്നാണ് ഡൽഹി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ സംഭവ സ്ഥലത്ത് നിന്ന് പലസ്തീൻ അനുകൂല കത്ത് ലഭിച്ചത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേൽ അംബാസിഡറെ അഭിസംബോധന ചെയ്തുള്ള കത്ത് അസഭ്യവർഷം നിറഞ്ഞതാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു പതാകയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ 2 യുവാക്കളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തി. ഇവർ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം തുടരുകയാണ്. എംബസിക്ക് സമീപം NSG സുരക്ഷ ശക്തമാക്കി. ഇന്ത്യയിലെ ജൂത കേന്ദ്രങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഇസ്രായേൽ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ നിർദ്ദേശം നൽകി. 24 ഡൽഹി. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു. ഖാൻ യൂനിസിലെ നിരവധി കെട്ടിടങ്ങൾ തകർത്തു. ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ മാനുഷിക സഹായം എത്തിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി UN അറിയിച്ചു. ഗസയിലെ യുദ്ധം മാസങ്ങൾ നീളുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേലി പറഞ്ഞു. മഗാസി അഭയാർത്ഥി ക്യാമ്പിലെ UN സ്കൂളും ആക്രമിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. വടക്കൻ ഇസ്രായേലിലെ റോഷ് ഹനിക്രയിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ലെബനനിലെ ഹിസ്ബുള്ള അറിയിച്ചു. ഇസ്രായേൽ തുറമുഖ നഗരമായ എയ്ലാത്ത് ആക്രമിച്ചെന്ന് യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടു. തെക്കൻ ലെബനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ സേനയുടെ ആക്രമണം തുടരുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം നടന്ന പൂഞ്ച് രജൌരി മേഖലകൾ പ്രതിരോധ മന്ത്രി സന്ദർശിക്കും. സേന ഉന്നത ഉദ്യോഗസ്ഥരുമായി സുരക്ഷാ അവലോകന യോഗം ചേർന്നു. ഭീകര പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. പൂഞ്ചിലും ബാരാമുള്ളയിലുമുണ്ടായ ഭീകരാക്രമണങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം കാണുന്നത്. സൈനിക മേധാവി മനോജ് പാണ്ഡെയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് സാഹചര്യം നേരിട്ട് വിലയിരുത്താൻ പ്രതിരോധ മന്ത്രിയും ജമ്മുകാശ്മീരിലെത്തിയത്. ജമ്മുവിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി പ്രതിരോധ മന്ത്രി സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. ഭീകരതയ്ക്ക് കൃത്യമായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. इस प्रकार की घटनाओं को
रोकने में सिक्योरिटी और इंटेलिजेंस एजेंसी दोनों ही महत्वपूर्ण भूमिका निभाते हैं और लगातार उनके द्वारा भी यह प्रयत्न जारी है यह उनकी यह भूमिका और भविष्य में ज्यादा इफेक्टिव हो. ഭീകരാക്രമണം നടന്ന പൂഞ്ച് രജൌരി മേഖലയിൽ പ്രതിരോധ മന്ത്രി നേരിട്ടെത്തി സാഹചര്യം വിലയിരുത്തും. പ്രതിരോധ മന്ത്രിയുടെ ജമ്മു സന്ദർശനത്തിനിടെ ശ്രീനഗർ ബാരാമുള്ള ഹൈവേയിൽ നിന്ന് IED കണ്ടെത്തി. ലാവേപോറയ്ക്ക് സമീപം കണ്ടെത്തിയ IED ബോംബ് സ്ക്വാഡെത്തി നിർവീര്യമാക്കി. പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് IED കണ്ടെത്തിയത്. 24 ഡൽഹി. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ വനംവകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ പരിശോധന. വനസംരക്ഷണത്തിനും വിനോദസഞ്ചാരത്തിനുമുള്ള വിവിധ പദ്ധതികളുടെ മറവിൽ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പത്തനംതിട്ട കോന്നി വനം ഡിവിഷനിലെ വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെയും വികസന പദ്ധതികളുടെയും മറവിൽ വൻ ക്രമക്കേടെന്ന് പരാതി ഉയർന്നിട്ട് മാസങ്ങളായി. വേലി നിർമ്മാണം ഉൾപ്പെടെ കരാറെടുക്കുന്നത് വനംവകുപ്പിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ബിനാമികളാണെന്നും ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുമാണ് പരാതി. ഇത്തരത്തിൽ കോൺട്രാക്ട് എടുക്കുന്നവരുടെ ബാങ്ക് രേഖകളടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിജിലൻസ് സംഘം അന്തിമഘട്ടത്തിൽ കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറടക്കം പരിശോധനയ്ക്കെത്തിയത്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റു വികസന പ്രവർത്തനങ്ങളുടെ രേഖകളും കരാർ സംബന്ധിച്ച രേഖകളും വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. മലപ്പുറം, നിലമ്പൂർ നോർത്ത്, സൗത്ത് ഡിവിഷൻ ഓഫീസുകൾ, കനോലി, നെടുങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഒരേ സമയം വിജിലൻസ് പരിശോധന നടത്തി. ടൂറിസം ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. ന്യൂസ് ഡെസ്ക് 24. സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുരയിൽ ഇത്തവണയും പഴയിടം രുചിയെത്തും. വെജിറ്റേറിയൻ ഭക്ഷണം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ടെൻഡർ പിടിച്ചതെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു. വിവാദമുണ്ടാക്കിയവർ പശ്ചാത്തപിച്ചെന്നും ചില മുതലെടുപ്പുകൾ നടന്നു എന്ന് സംശയമുണ്ടെന്നും പഴയിടം 24നോട് പ്രതികരിച്ചു. കഴിഞ്ഞ സ്കൂൾ കലോത്സവ വേളയിലാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നൽകണമെന്ന ചർച്ച ഉയർന്നു വന്നത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത് തുറന്നു പറഞ്ഞതോടെ സംഭവം വലിയ വിവാദമായി. ഇതോടെയാണ് ഇനി കലോത്സവത്തിന് പാചകം ചെയ്യില്ലെന്ന നിലപാട് പഴയിടം സ്വീകരിച്ചത്. ചില അനുനയ ശ്രമങ്ങൾ പിന്നീട് നടന്നുവെങ്കിലും പഴയിടം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ ഈ വർഷത്തെ കലോത്സവത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പുകയുള്ളൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് നിലപാട് മയപ്പെടുത്താൻ പഴയിടവും തീരുമാനിച്ചത്. വിവാദമുണ്ടാക്കിയ ആൾ തന്നെ കഴിഞ്ഞ തിരുവോണത്തിന് നടന്ന് ഇവിടെ വരികയും അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുകയും തെറ്റുപറ്റിയതായിട്ട് പറയുകയും അതിന് പശ്ചാത്തലം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ പിന്നെ ആ ഒരു വിഷയം ഓൾറെഡി തീർന്നു കഴിഞ്ഞു. വിവാദമുണ്ടാക്കിയവർ തന്നെ തെറ്റ് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചു. എന്നാൽ അന്നത്തെ സംഭവത്തിൽ ചില മുതലെടുപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ടെന്നും പഴയിടം പ്രതികരിച്ചു. ഭക്ഷണമാണ് എൻ്റെ രാഷ്ട്രീയം, പക്ഷെ ഭക്ഷണത്തിൽ രാഷ്ട്രീയമില്ല. കാരണം അതൊരു രാഷ്ട്രീയം അതിൻ്റെ അകത്ത് കാണേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് പല ആൾക്കാർക്കും എന്തെങ്കിലും മുതലെടുപ്പുകൾ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതൊന്നും കാണുന്നില്ല. വിവാദങ്ങളോട് തീവ്രമായിട്ടല്ല പ്രതികരിച്ചത്. ഇനിയും അങ്ങനെ തന്നെയാകും. പക്വതയോടെയാണ് കാര്യങ്ങളെ കാണുന്നതെന്നും പഴയിടം 24നോട് പറഞ്ഞു. ടോബി ജോൺസൺ, 24, കോട്ടയം.